മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം. അങ്ങനെ പറഞ്ഞ് വാദിച്ച് കൊണ്ടുപോയ രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ പിന്മുറക്കാർ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? ഇസ്ലാമിക സ്വർഗമായിട്ടുള്ള, ഇല്ലെങ്കിൽ മതരാഷ്ട്രത്തിലല്ലാതെ ജീവിച്ചാൽ സ്വർഗം കിട്ടില്ല എന്ന് പറയുന്ന പാകിസ്ഥാനിൽ തന്നെയാണോ? അല്ല, അവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. എന്തുകൊണ്ടാണ് ജിന്നയുടെ പിന്മുറക്കാർ ഇന്ത്യ തിരഞ്ഞെടുത്തത്? ആ വംശാവലിയിലുള്ള ഒരാളും പാകിസ്ഥാനിൽ നിന്ന് ജീവിക്കുന്നില്ല. ജിന്ന പോലും പെരുവഴിയിൽ കിടന്ന് ദയനീയമായി മരിച്ച കഥ നമുക്ക് ചരിത്രം വായിച്ചാൽ കണ്ടറിയാവുന്നതേ ഉള്ളൂ. അതായിരുന്നു ജിന്നയുടെ അവസ്ഥ. ജിന്നയ്ക്ക് സ്വന്തമായി പോരാടി നേടി ഉണ്ടാക്കിയ രാജ്യമുണ്ടല്ലോ, അവിടെ പോലും സമാധാനമായി മരിക്കാൻ പോലുമുള്ള ഇടം അവർ കൊടുത്തില്ല എന്നുള്ളതാണ്. അവിടെ അപ്പോഴത്തേക്കും കടിപിടിയായി, അക്രമമായി, പ്രശ്നങ്ങളായി, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയായി, അങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനിൽ കിടന്ന് ജിന്ന മരിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നാണ് മുഹമ്മദ് അലി ജിന്നയെ വിളിക്കുന്നത്. ഖായിദ് ഇ അസം എന്നാണ് മഹത്തായ നേതാവ് എന്ന് അർത്ഥം വരുന്ന ആ വാക്കാണ് ജിന്നയെ അവർ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിളിക്കുന്ന ബഹുമാന പുരസ്സരം വിളിക്കുന്ന പേര് പാകിസ്ഥാനികൾ നമ്മളിവിടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് പോലെ. ഏതായാലും ജിന്നയുടെ കുടുംബാവലി, അതായത് ആ പറയുന്ന പരമ്പരയിൽപ്പെട്ടവരൊക്കെ ഇന്ത്യയിലാണ് ഇന്നും ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ജീവിക്കുന്ന, ആ പരമ്പരയിൽ ജീവിക്കുന്ന ആൾക്കാർ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഏതായാലും ജിന്ന ആരെയാണ് വിവാഹം കഴിച്ചതെന്നറിയാമോ? ജിന്ന ഈ പറയുന്ന ചില പുണ്യ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, മഹാത്മാക്കൾ, അവരുടെയൊക്കെ ജീവിതശൈലി തന്നെയാണ് ജിന്നയും സ്വീകരിച്ചത്. ജിന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കുന്നത്. അതും ഏത് വംശാവലിയിലുള്ളത്? ഒരു പാഴ്സി കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജിന്നയുടെ വിവാഹം പോലും അത്തരത്തിൽപ്പെട്ട ഒന്നായിരുന്നു. ഇന്ന് ആണെങ്കിൽ അത് ഏതാണ്ട് ഒരു ലവ് ജിഹാദാണ്. ഒരു പാഴ്സി വംശത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, അതും പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ്. ജിന്നയുടെ ഭാര്യയുടെ പേര് രത്തൻ ഭായ് പെറ്റിറ്റ് എന്നാണ്. മറിയ ജിന്നം എന്നും വിളിച്ചിരുന്നു. റൂട്ടി എന്നാണ് വീട്ടിലുണ്ടായിരുന്ന പേര് എന്നാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ജിന്നയെ വിവാഹം കഴിക്കുന്നത്. ജിന്ന എത്രക്കാരനായിരുന്നു എന്നുള്ളത് കൂടി അപ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ പ്രണയം ആരംഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിന്ന തികഞ്ഞ പാശ്ചാത്യ ജീവിത ശൈലി പിന്തുടരുന്ന ആളായിരുന്നു. ഏതാണ്ട് നെഹ്റുവിൻ്റെയൊക്കെ തന്നെ ഒരു വകഭേദം മുസ്ലിം ആണെന്ന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജിന്ന അതും മുസ്ലിം ആകുമ്പോൾ ഓർക്കണം, ജിന്ന എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒരു സുന്നി മുസ്ലിം അല്ല, ഷിയ മുസ്ലിമാണ് എന്നുള്ളതാണ്. ഷിയ മുസ്ലിം ആയിരുന്നെങ്കിൽ കൂടിയും ജിന്ന പന്നിയിറച്ചി കഴിക്കുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു, സിഗാറ് വലിക്കുമായിരുന്നു, പട്ടിയെ വളർത്തുമായിരുന്നു. ഇതൊന്നും മുസ്ലിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ജിന്ന ചെയ്യുമായിരുന്നു. ഇസ്മയിലി ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജിന്ന പിന്നീട് ടെയിൽവാർ ഷിയ മുസ്ലിമായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് സഹകരിച്ചു പോന്നിരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രത്തൻ ഭായ് പെറ്റിറ്റിനെ വിവാഹം കഴിക്കുന്നു, അതായത് റൂട്ടി എന്ന് വിളിക്കപ്പെടുന്ന മറിയത്തിനെ. അതിൽ അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു, ഏക പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേര് ദീന വാഡിയ എന്നാണ്. ദീന വാഡിയ എന്നുള്ളത് പിന്നീട് ചേർത്തതാണ്. ദീന എന്നായിരുന്നു പേര്. ഏതായാലും ഈ പറയുന്ന ജിന്നയുടെ ഭാര്യയെ ജിന്ന വിവാഹം കഴിക്കുന്നത് 16 വയസ്സിലാണെന്ന് പറഞ്ഞല്ലോ. അത് ഒരു പഴയ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു പാഴ്സി കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു. അവരുടെ കുടുംബം ഒരു വ്യവസായ കുടുംബമായിരുന്നു. ആ വ്യവസായ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ ആ കുടുംബം വലിയ രീതിയിൽ എന്നെ എതിർപ്പറിയിച്ചു. അപ്പോൾ ഇത്രയും പ്രായവ്യത്യാസമുണ്ട്. ജിന്നയ്ക്കൊന്ന് 42 വയസ്സുണ്ട്. 42 വയസ്സുള്ള ആളാണ് 16 വയസ്സായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് എന്ന് ഓർക്കണം. എന്നിട്ട് അത് മാത്രവുമല്ല, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ ജിന്ന ഈ ഒരു പാശ്ചാത്യ ദേശത്ത് പഠിച്ച ഒരാളായതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു പാശ്ചാത്യ ജീവിത ശൈലി പുലർത്തിയിരുന്ന ആളായിരുന്നു. യൂറോപ്യന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചത് എന്നുള്ളതാണ്. ഏതായാലും 16-ാം വയസ്സിൽ 42-കാരനായിട്ടുള്ള ജിന്ന രത്തൻ ഭായ് പെറ്റിറ്റിനെ വിവാഹം കഴിക്കുന്നു. അവർ ഒന്നിച്ച് ജീവിക്കുന്നു. അതിലാണ് ദീന എന്ന് പറയുന്ന പെൺകുട്ടി ജനിക്കുന്നത് എന്നുള്ളതാണ്. അധികകാലം ഈ പറയുന്ന ബന്ധം അങ്ങനെ നീണ്ടുപോയില്ല. 1929 രത്തൻ ഭായ് പെറ്റിറ്റ് എന്ന മറിയം ജിന്ന നമ്മുടെ മുംബൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മരിക്കുകയാണ്. 1929 അവർ പാകിസ്ഥാനെ പറ്റി അറിഞ്ഞു പോലുമില്ല, പാകിസ്ഥാനിലേക്ക് പോയുമില്ലായിരുന്നു. അത് അന്ന് ഇന്ത്യ ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അവർ ഇന്ത്യയിൽ തന്നെ മരിക്കുന്നു. ഇന്ത്യയിലെ മുംബൈയിലുള്ള മഡ്ഗാവിലുള്ള ഖ്വാജ ഇത്തന അഷരിയ ഷിയ ഖബറിടത്തിൽ അവരെ ഖബറടക്കുന്നു. അതിനുശേഷം അപ്പോൾ ഈ പറയുന്ന ദീന ഉണ്ടാകുന്നു. ദീന ജനിച്ചു കഴിഞ്ഞു. ദീനയ്ക്ക് അന്ന് ഏതാണ്ട് 10 വയസ്സാണ് പ്രായം. അപ്പോൾ ദീനയെ നോക്കുന്നതൊക്കെ വീട്ടിലെ ജോലിക്കാരൊക്കെ മായമാരുമൊക്കെയാണ്.
ദീനയ്ക്ക് വേണ്ടത്ര പരിചരണമൊന്നും, അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, അമ്മ വളരെയധികം രോഗബാധിതയായിട്ട്, ക്യാൻസർ ഉണ്ടായിരുന്നു, കോളൈറ്റിസ് ഉണ്ടായിരുന്നു, ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങളൊക്കെ ബാധിച്ചാണ്, അതായത് വിഷാദ രോഗമടക്കം ബാധിച്ചാണ് ഈ രത്തൻ ഭായ് പെറ്റിറ്റ് എന്ന മറിയം ജിന്ന മരിക്കുന്നത്. അപ്പോൾ മറിയം ജിന്നയുടെ മരണസമയത്ത് വെറും 10 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഈ പറയുന്ന ദീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദീനയെ ആശ്വസിപ്പിക്കാനോ ഒപ്പം നിൽക്കാനോ പോലും ജിന്നയ്ക്ക് നേരമില്ല. കാരണം പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പാഞ്ഞു നടക്കുകയായിരുന്നു ജിന്ന എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ജിന്ന പൊരുതി നേടി, എന്ത് നേടി? പാകിസ്ഥാൻ നേടി. അപ്പോൾ ദീന എന്ത് ചെയ്തു? ദീന തൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരു വിവാഹം കഴിക്കുന്നു. ഒരാളെ പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ്. വിവാഹം കഴിക്കുന്നത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമുഖ വ്യവസായിയായിട്ടുള്ള നെവിൽ വാഡിയയാണ്. നെവിൽ വാഡിയുമായിട്ട് പ്രണയത്തിലാവുന്നു, വിവാഹം കഴിക്കുന്നു. അപ്പോൾ ജിന്ന വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന ദീന വാഡിയോട്, നിനക്ക് ഈ രാജ്യത്ത് എത്രയോ മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു, എന്നിട്ടും ഒരു പാഴ്സിയെ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദീന വാഡിയ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ രാജ്യത്ത് എത്ര ലക്ഷം മുസ്ലിം പെൺകുട്ടികളുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയായിരുന്ന ഈ മറിയം ജിന്നയെ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ രത്തൻ ഭായ് പെറ്റിറ്റിനെ വിവാഹം കഴിച്ചത് എന്തിനാണ്, ഒരു പാഴ്സിയെ അങ്ങേക്ക് കിട്ടിയുണ്ടായിരുന്നോ എന്ന തിരിച്ചൊരു ചോദ്യം ഈ പറയുന്ന ദീന ജിന്നയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ദീന അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് ജിന്നയുടെ പാരമ്പര്യത്തെക്കാൾ സ്വന്തം അമ്മയുടെ ഭാരതീയമായ പാഴ്സി പാരമ്പര്യത്തെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി അവിടെ വ്യക്തമാകുന്നുണ്ട്. അത് കഴിഞ്ഞു ജിന്ന രാജ്യം മുറിച്ചു വാങ്ങി, എന്നിട്ട് ജിന്ന പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ദീന പിന്നീട് അവർ ഈ പറയുന്ന യുകെയിലായിരുന്നു, അമേരിക്കയിലായിരുന്നു, അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവർ ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യൻ പൗരയായി തന്നെയാണ് ജീവിച്ചത്. അവർക്ക്, അതായത് ദീനയുടെയും വാഡിയയുടെയും മക്കളായിട്ട് 2 പേർ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ 2 പേരും, അതായത് അവർക്ക് ഇന്ത്യക്കാരായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവരൊരിക്കൽ പോലും പാകിസ്ഥാനിലേക്ക് പോയില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ആ പരമ്പരയിലുള്ളവർ ഇന്നും ഇന്ത്യയിൽ സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ജിന്ന വാങ്ങിയ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ്? അവിടെ ഇന്ന് ഹിന്ദുക്കളുടെ ഗതി എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. ഹിന്ദുക്കളുടെ മാത്രമല്ല, സിഖുകാരുടെയും പാഴ്സികളുടെയും, എന്തിനേറെ ഷിയ മുസ്ലിങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. ഇവന്മാർ കൊണ്ട് ബോംബ് വയ്ക്കും പള്ളികളിൽ. അത് കഴിഞ്ഞ് അത് മാത്രമല്ല, ഇപ്പോൾ ഇതാ പറയുന്നവർ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, 150 വർഷം പഴക്കമുള്ള ഒരു ഗുരുദ്വാര ഇതാ പാകിസ്ഥാനിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എങ്ങനെയാണ് സമാധാനമായി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ദീന വാഡിയ ദമ്പതികൾക്ക് 2 മക്കൾ ജനിക്കുകയാണ്, നുസ്ലി വാഡിയയും അതുപോലെ തന്നെ ഡയാന വാഡിയയും. ഈ നുസ്ലി വാഡിയ ആരെന്നറിയാമോ? ബോംബെ ഡൈയിങ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഗോ എയർ എന്നിവയുടെയൊക്കെ ചെയർമാനായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം. അടുത്ത ഡയാന വാഡിയ, നുസ്ലി വാഡിയയുടെ മകളാണ്. എന്ത് ചെയ്തു? അവരും വ്യവസായി, കിങ്സ് 11 പഞ്ചാബ് ടീമിൻ്റെ സഹ ഉടമയൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ പാരമ്പര്യം ഇവർക്ക് ഉണ്ട്. ആ പാരമ്പര്യം എന്താണ്? ഇന്ത്യൻ പാരമ്പര്യമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. 2 രാജ്യ സിദ്ധാന്തം, ദ്വിരാഷ്ട്ര സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്ന് രാജ്യം പിടിച്ചു വാങ്ങി കീറി മുറിച്ചു കൊണ്ടുപോയ ജിന്നയ്ക്ക് സ്വൈരമായ ഒരു മരണം പോയിട്ട് ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വംശ പരമ്പരയിലുള്ള ഒരാൾ പോലുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ ആ മുറിച്ച് വാങ്ങിച്ച രാജ്യം വാങ്ങിച്ചു കൊണ്ടുപോയില്ലേ, അയാളുടെ കുടുംബം പോലും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിലൊക്കെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ എന്താണ്, ഇന്ത്യയിൽ വളരെ പീഡനമാണ്, സ്വർഗമില്ല, നരകമാണെന്നൊക്കെ പറയുന്നവർ, അവർ പോയി നോക്കണം പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പാകിസ്ഥാനിൽ എങ്ങനെയാണ് മനുഷ്യർ പുഴുക്കളെ പോലെ നുരയ്ക്കുന്നതെന്ന് ഓർക്കണം. അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് പോലും സ്വൈരം കൊടുക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഷിയകൾക്ക് പോലും, ഈ പറയുന്ന ജിന്നയുടെ മക്കളോ പരമ്പരകളോ പാകിസ്ഥാനിലാണ് പോയിരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് സ്വൈരം ഉണ്ടാവില്ലായിരുന്നു. മനുഷ്യ ബോംബായിട്ട് വന്ന് പൊട്ടിത്തെറിച്ച് കൊന്നേനെ ഇവരെയൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യാവിരുദ്ധരായിട്ടുള്ളവർക്ക് ഒരു ശരിയായ മറുപടിയാണ് ജിന്നയുടെ പരമ്പര ഇന്ന് എവിടെയാണ് എന്നുള്ളത്. അവർ ഇന്ത്യക്കാരായി സ്വൈരമായി സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുന്നു. കാരണം ഇത് ഇന്ത്യയാണ്, അത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.